ചരിത്രവും വിശ്വാസവും ഐതിഹ്യവും പുരാണവും കൂടിച്ചേർന്ന് വേർതിരിച്ചെടുക്കാനാകാത്ത വിധം പടർന്നു കിടക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കഥകൾ. അതിലൊന്ന് മഹിഷി എന്ന ഘോരരൂപിണിയുമായി ബന്ധപ്പെട്ടതാണ്. പന്തള രാജകുമാരനായിരുന്ന മണികണ്ഠന്റെ വീരകഥകളിലൊന്ന് മഹിഷി മർദ്ദനമാണ്. ആ കഥയുടെ ചുരുൾ നിവർത്തുകയാണ് ഇന്നത്തെ കഥയമമ്മ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഭഗവാൻ മണികണ്ഠസ്വാമിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മണ്ഡലകാലം കൂടിയാണല്ലോ. ഭഗവാനെ നമ്മൾ നിരവധിയായിട്ടുള്ള പേരുകൾ വിളിക്കും. കലിയുഗ വരദൻ എന്ന് വിളിക്കും, നെയ്യഭിഷേക പ്രിയൻ എന്ന് വിളിക്കും, പമ്പാവാസൻ എന്ന് വിളിക്കും, പന്തള രാജകുമാരൻ എന്ന് വിളിക്കും. ഈ പേരുകളിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു പേരാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും മുൻഗണനാ രീതിയിലുള്ളൊരു പേരാണ് മഹിഷി മർദ്ദകൻ എന്നുള്ളത്. ഭഗവാന്റെ അവതാര ഉദ്ദേശമായിരുന്നു മഹിഷിയുടെ നിഗ്രഹണം. മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മശാസ്താവ് മണികണ്ഠനായിട്ട് ഭൂമിയിൽ ജനിച്ചത്, അവതാരമെടുത്തത് എന്നാണ് പറയുക. ആരാണ് ഈ മഹിഷി? ഈ മഹിഷിയും അയ്യപ്പനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ധർമ്മത്തിന് ശ്രുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നല്ല സന്താനങ്ങളും നല്ല ദാമ്പത്യവും ഭൂമിയിൽ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേവന്മാർ ദത്തൻ എന്ന് പറയുന്ന ഒരു മഹർഷിയെ സൃഷ്ടിച്ചു എന്നാണ്. ദത്തൻ്റെ ഒരു അർദ്ധാംഗിനിയായിട്ട് ദേവിമാരെല്ലാവരും ചേർന്ന് ലീല എന്ന് പറയുന്ന ഒരു താപസ കന്യകയും സൃഷ്ടിച്ചു. ഈ ദത്തനും ലീലയും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒരുപാട് കാലം അവർ ലൗകികമായിട്ടുള്ള ജീവിതത്തിലൂടെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. ഒരു സമയം കഴിഞ്ഞപ്പോൾ ദത്തന് ആത്മസാക്ഷാത്കാരം നേടണം. ഇനി ഇങ്ങനെ ഒരു ലൗകിക ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഭഗവാനെ അന്വേഷിക്കണം, തന്നിലുള്ള ഭഗവാനെ തിരിച്ചറിയണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഗാർഹസ്ഥ്യത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ച് സന്യാസത്തിന് പോകാനായിട്ട് തുനിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലീലയാകട്ടെ ഒട്ടും തന്നെ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എപ്പോഴും ലൗകികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം അനുഭവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലീലയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർക്കത് വളരെയധികം അസഹനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അവർ തടഞ്ഞു. അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയല്ലേ, എന്നെ വിട്ട് അങ്ങ് പോവാൻ പാടുണ്ടോ? എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി രമിച്ച് കഴിയുക എന്നുള്ളതാണ് അങ്ങയുടെ ധർമ്മം. എന്നെ ഉപേക്ഷിച്ച് പോവാൻ അങ്ങേക്ക് ധർമ്മം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി ദത്തൻ ലീലയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും ലീലയ്ക്ക് ദത്തനെ സന്യാസത്തിന് വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയല്ലേ, മഹിഷിയല്ലേ എന്ന് പറഞ്ഞ് പലതവണ ചുറ്റിപ്പിടിച്ച് അദ്ദേഹത്തെ സഞ്ചരിക്കാൻ വിടാത്ത അവസ്ഥയിലാക്കുകയും ചെയ്തു ഇതേ ലീല. ഇതിൽ വളരെയധികം ക്രോധാവേശം വന്നു ദത്തന്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം മതി എന്ന് തോന്നുന്ന ലീലേ, നിന്റെ ജന്മം എന്തൊരു ജന്മമാണ്! നീ ഇങ്ങനെ ഒരു ജന്മത്തിൽ വന്ന് ജനിക്കാനുള്ള ഒരു അർഹതയും നിനക്കില്ല. അതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീ എന്നോട് പറഞ്ഞല്ലോ നീ എൻ്റെ മഹിഷിയല്ലേ, മഹിഷിയല്ലേ, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ ഒരു മഹിഷിയായിട്ട്, ഒരു എരുമയായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. എന്നാൽ അത്യധികം പാതിവൃത്തി ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു ലീല. ഒരു സാധാരണക്കാരിയല്ല. അവർ ദത്തനെ അല്ലാണ്ട് വേറെ ആരെയും കാമിച്ചിരുന്നില്ല, രമിച്ചിരുന്നില്ല. അത്രയധികം പാതിവൃത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടോ അങ്ങോട്ടും കൊടുത്തു ശാപം. എന്ത്? ഞാൻ മഹിഷിയായിട്ട് ജനിക്കുന്ന സമയത്ത് നീ ഒരു മഹിഷനായിട്ട്, നീ ഒരു പോത്തായിട്ട് ജനിക്കട്ടെ, അന്ന് നീ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരട്ടെ. ഇങ്ങനെ 2 ശാപങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സന്ദർഭങ്ങൾക്ക് ശേഷം പിന്നീട് നടക്കുന്നത് രംഭൻ എന്ന അസുരൻ്റെ മകനായിട്ട് മഹിഷാസുരൻ ജനിക്കുന്നതാണ്. മഹിഷാസുരന് ബ്രഹ്മാവ് വരം നൽകുന്നതും സാക്ഷാൽ ചണ്ഡികാദേവിയുടെ ആ കൈകൾ കൊണ്ട് ആ മഹിഷാസുരനെ ദേവി മർദ്ദിക്കുന്നതും മഹിഷാസുരനെ വധിക്കുന്നതും നമുക്കറിയാം. ഈ രംഭൻ എന്ന് പറയുന്ന അസുരൻ്റെ അനുജനായിട്ടുള്ള കരംഭൻ എന്ന് പറയുന്ന അസുരൻ്റെ മകളായി ഇതേ ലീല മഹിഷിയായിട്ട് പുനർജനിക്കുകയാണ്. ഈ മഹിഷിയും ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു. എൻ്റെ ജ്യേഷ്ഠനെ, എൻ്റെ മഹിഷാസുരനെ നിഗ്രഹിച്ച ആ ദേവന്മാരോട് ഞാൻ പകരം ചോദിക്കും.
ബ്രഹ്മാവേ, അങ്ങ് എനിക്കൊരു വരം തരണം. എന്ത്? ആ അത്യധികം കഠിന തപസ്സിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന ബ്രഹ്മാവാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്ത് വരം ചോദിച്ചാലും കിട്ടുമെന്ന് അറിയായിരുന്നു മഹിഷിക്ക്. അതുകൊണ്ട് എന്ത് വേണം? അമരത്വം വേണം. അമരത്വത്തിന് ഉതകുന്ന ഒരു വരം ചോദിക്കണം. അതുകൊണ്ട് എന്ത് ചോദിച്ചു? സാക്ഷാൽ മഹാദേവനും നാരായണനും ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. അതിനുള്ള ശേഷി അവനെ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാത്ത ആരുടെയും മുമ്പിൽ എനിക്ക് തോൽവി ഉണ്ടാവാൻ പാടില്ല, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മാവ് ആ വരം മഹിഷിക്ക് അനുഗ്രഹിച്ച് നൽകുന്നു. പിന്നീട് മഹിഷിയുടെ ഒരു തേരോട്ടമാണ് നമ്മൾ കാണുന്നത്. സ്വർഗവും എല്ലാ ലോകവും ആക്രമിച്ച് കീഴടക്കുന്നു. പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്നു, മഹർഷിമാരെ ഉപദ്രവിക്കുന്നു. അധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് ആ മഹിഷി മാറുന്നു. എപ്പോഴൊക്കെ അധർമ്മം കളിയാടുന്നുണ്ടോ ആ സമയത്തൊക്കെ ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളെടുത്ത് അധർമ്മത്തെ അമർച്ച ചെയ്യും. അതിനായി ആ ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ അവതാരം ഉണ്ടാവുന്നു. ഹരിഹരസുതനായിട്ട് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനായിട്ട് ആ മണികണ്ഠനായിട്ട് ഭഗവാൻ അവതരിക്കുകയും ഇതേ മഹിഷിയെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലീലയ്ക്ക് ശാപമോക്ഷം ലഭിക്കുന്നത്. അപ്പോൾ മഹിഷി മർദ്ദകനായിട്ടുള്ള അയ്യപ്പനെ സ്മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ലീല ആരായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം നോക്കൂ, സ്വാമി എപ്പോഴും ഈ ലൗകികമായിട്ടുള്ള ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു. സ്വന്തം അച്ഛൻ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അത് താല്പര്യമില്ല, ഞാൻ സന്യാസ ജീവിതമാണ് താല്പര്യപ്പെടുന്നത്, എനിക്ക് ബ്രഹ്മചര്യമാണ് താല്പര്യം എന്ന് പറഞ്ഞ് ആ രാജ്യവും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ച് വനത്തിൽ പോയിരിക്കുന്ന ആളാണ് ഭഗവാൻ. നമുക്കും ഈ എല്ലാം ഇട്ടെറിഞ്ഞ് വനത്തിലേക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള ഒരു തിരിവ് കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദത്തനുണ്ടായതുപോലെ ഒരിക്കലും ലീലയാവാൻ നമ്മൾ ആരും പാടില്ല. ഈ മഹിഷി എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനാണ് ഈ പോത്തിൻ്റെ സ്വഭാവം ഉള്ളത്, പറഞ്ഞാൽ മനസ്സിലാവാത്ത സ്വഭാവം. അതിനെന്താണ് നിവൃത്തിയുള്ളൂ? ഹരിയുടെയും ഹരൻ്റെയും ചൈതന്യം മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ മഹിഷി ഇല്ലാണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ആ അയ്യപ്പസ്വാമിയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഭഗവാനെ ഞങ്ങളുടെ മനസ്സാകുന്ന മഹിഷിയെ നിഗ്രഹിച്ച് അങ്ങ് ഞങ്ങൾക്ക് ആ സാക്ഷാത്കാരം നൽകണേ. ആ മഹിഷിയുടെ മർദ്ദകനായിട്ടുള്ള ആ മഹിഷിയെ നിഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്വാമിയുടെ തൃക്കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഭഗവാന്റെ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വാമി ശരണം.